എൻ്റെ പേര് സജിമോൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ യൂട്യൂബിൽ നിന്നാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. ഞാൻ 2023 ജൂലൈ 20 ഉടമ്പടി എടുത്തത്. ഞാൻ ഒരു കൺസ്ട്രക്ഷൻ വർക്കുകാരനാണ്. ഞാൻ ബിൽഡിങ്ങിൽ നിന്ന് വീണ് എൻ്റെ കാല് ഫ്രാക്ചറുണ്ടായിരുന്നു. കാലിൻ്റെ എല്ലാം അകന്നു പോയിരുന്നു. ഡോക്ടറെ അടുത്ത് ചെന്ന് ഡോക്ടറെ കാണിച്ച് എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് 6 മാസം കഴിഞ്ഞാണ് നടക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനേക്കാളും മുൻപ് തന്നെ അച്ഛൻ്റെ ധ്യാനവും യൂട്യൂബിലുള്ള ഉടമ്പടി സാക്ഷ്യങ്ങളും കേട്ടതിൻ്റെ ഫലമായി എനിക്ക് 60 ദിവസം കഴിയുമ്പോൾ തന്നെ നടക്കാൻ സാധിക്കുകയും ഇവിടെ വന്ന് സ്റ്റിക്ക് കൊണ്ട് പിടിച്ചാണ് ഞാൻ ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കുവാനും ഉടമ്പടിയിൽ ജീവിക്കുവാനും സാധിച്ചു. അതുപ്രകാരം എനിക്ക് 6 മാസം കഴിയുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുവാനും ജോലി ചെയ്യുവാനും സാധിച്ചു. ഞാനിവിടുന്ന് പോകുമ്പോൾ എനിക്ക് പുതിയ 2 വർക്ക് ഇവിടുന്ന് തന്നെ കിട്ടി. ഞാൻ ബസ്സിൽ കയറുമ്പോൾ തന്നെ എനിക്ക് 2 പുതിയ വർക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജോലിയിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ലോണുണ്ടായിരുന്നു എനിക്ക്. ലോണിന് ഞാൻ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, വൈഫ് ചെന്നപ്പോൾ പറഞ്ഞു ലോണ് തരാം എന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ലോണ് തരാൻ സാധിക്കില്ല, നിങ്ങൾക്ക് സിബിലില്ല എന്ന് പറഞ്ഞു. വൈഫ് ഭയങ്കര സങ്കടപ്പെട്ടാണ് വീട്ടിൽ വന്നത്. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ വൈഫിനോട് പറഞ്ഞു, മാനേജർ നമ്മുടെ വീട്ടിലേക്ക് വരും, മാതാവ് വരുത്തുമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിയുമ്പോൾ തന്നെ മാനേജർ വീട്ടിൽ വന്ന് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വൈഫിന് ഇറ്റലിയിൽ പോകാൻ വേണ്ടിയതാണ്. അപ്പോൾ മാനേജർ പറഞ്ഞു, നിങ്ങൾക്ക് നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറ്റുമെങ്കിൽ ലോൺ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു. മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് മാനേജർ ട്രാൻസ്ഫറായി പോകുന്ന ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ ലോൺ പാസ്സാക്കി തരുകയും അതുകൊണ്ട് എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കുകയും ചെയ്തു. ഞാനൊരു മദ്യപാനിയായിരുന്നു. ഞാൻ 96 മുതൽ മദ്യപാനം ഉണ്ടായിരുന്ന ആളാണ്. 23 വർഷം മദ്യപാനം ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്ന മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കാൻ എനിക്ക് സാധിച്ചു. എൻ്റെ കുടുംബം സന്തോഷകരമായി കഴിയാൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ 2 കൊല്ലമായി പൂർണ്ണമായി മദ്യപാനം ഒഴിവാക്കിയിട്ട്. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഞാൻ ഇവിടെ അച്ഛനെ കാണുവാൻ വേണ്ടി, ജോസഫ് അച്ഛനെ കാണുവാൻ വേണ്ടി 3 പ്രാവശ്യം വന്ന് വരിയിൽ നിന്നതാണ്. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല. ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇസ്രായേൽ പോകാനൊരു അവസരം കിട്ടുകയും ഇസ്രായേൽ അച്ഛൻ ധ്യാനത്തിന് വന്നപ്പോൾ അച്ഛനെ കാണാനും അച്ഛൻ എൻ്റെ കാലെ തൊട്ട് പ്രാർത്ഥിച്ച് അച്ഛനെ അനുഗ്രഹിക്കാൻ ഉള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അതെൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഗ്രഹമാണ്. കാരുണ്യ പ്രവർത്തികൾ എൻ്റെ വൈഫിന് 2 കൊല്ലമായിട്ട് ഒരു അലർജിയുടെ പ്രശ്നമുണ്ടായിരുന്നു. പല ഡോക്ടർമാരെ കാണിച്ചു, മരുന്ന് പുരട്ടി ഒന്നും മാറിയില്ല. ഇവിടുത്തെ ഉപ്പും തൈലവും പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. അതും വലിയൊരു അനുഗ്രഹമാണ്. മാതാവിനെ എനിക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റും. ഒരു 10 സെക്കൻഡ് നേരം മാതാവ് എൻ്റെ ബെഡിൻ്റെ അടുത്ത് വന്നു. ഞാൻ കിടക്കുന്ന എൻ്റെ തലയുടെ അവിടെ മാതാവ് വന്ന് എന്നോട് എൻ്റെ അടുത്തുണ്ടായിരുന്നു മാതാവ് 10 സെക്കൻഡ്. അതെനിക്ക് പറയാൻ പറ്റാത്തൊരു അനുഭവമാണ്. നമ്മൾ മാതാവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ അതിലും വലിയൊരു അനുഗ്രഹം കിട്ടാനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ 14 മാസമായിട്ട് ഞാൻ ഇസ്രായേലിൽ ജോലിയുണ്ട്. 14 മാസമായിട്ട് എനിക്ക് ഒരു 6 കുടുംബങ്ങൾക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവർക്ക്. പിന്നെ പത്രം മേടിച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇസ്രായേലിൽ പോകുന്നതിനേക്കാളും മുൻപ് തന്നെ എല്ലാ ഞായറാഴ്ചയും വീട്ടിൽ വെച്ച ആഹാരം പൊതികെട്ടി കൊടുക്കാനുള്ളൊരു അനുഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഇസ്രായേലിൽ നിന്ന് ഇങ്ങോട്ട് വരുവാനുള്ള എൻട്രി വിസയുണ്ട്. അത് ഇസ്രായേലിലുള്ള എല്ലാവർക്കും അറിയാം. എൻട്രി പാസിൽ മാത്രമാണ് നമുക്ക് തിരിച്ചു ചെല്ലാൻ പറ്റുള്ളൂ. 4 ദിവസമായിട്ട് ഞാൻ ഏജൻസിയെ വിളിച്ച് പറഞ്ഞിട്ട് ഏജൻസി ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അത് മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 20 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കത് സാധിച്ചു കിട്ടി. അത് വലിയൊരു അനുഗ്രഹമാണ്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ സ്വഭാവ രീതികൾ ഞാൻ വളരെ ദേഷ്യപ്പെടുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു ഞാൻ. ഇപ്പോൾ 2 കൊല്ലമായി ഉടമ്പടിയിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ തന്നെ
എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്രയും വലിയ മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്. ഞാനൊരു ആളോട് പോലും ദേഷ്യപ്പെട്ട് സംസാരിക്കാറില്ല. എല്ലാവരോടും സൗമ്യഭാവത്തിൽ മാത്രമാണ് സംസാരിക്കാറ്. പിന്നെ ഞാൻ കാരണം 2 വ്യക്തികൾക്ക് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് എനിക്ക് തോന്നിയ വ്യക്തികളോട് ഞാൻ പോയി അവരോട് ക്ഷമ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ക്ഷമ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല സജി, അതെല്ലാം നിനക്ക് തോന്നുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിലൊരു വിഷമമുണ്ടായിരുന്നു, ഞാൻ കാരണം അവർക്ക് വിഷമമുണ്ടോയെന്ന്. അത് പോയി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം കിട്ടി. ഇതിൻ്റെ എല്ലാം ഒരു ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ശമ്പളം മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. എനിക്ക് നല്ലൊരു ജോലി കൺസ്ട്രക്ഷനിൽ തന്ന് ഇസ്രായേലിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പോയി ജോലി ചെയ്യാനുള്ളൊരു അവസരം തന്ന മാതാവിന് തിരുകുമാരന് 1000 നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. സങ്കീർത്തനങ്ങൾ 94:17 മുതലുള്ള തിരുവചനങ്ങളിൽ, കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്തെത്തുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. സജിമോൻ എന്ന ഈ മകൻ തൻ്റെ കുടുംബവും ഒത്തുവന്ന് ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ താനെടുത്ത ഉടമ്പടി ഒന്നുകൊണ്ട് മാത്രമാണ് തനിക്ക് ഈ അവസ്ഥയിലേക്ക്, അതായത് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനും മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമൊക്കെ തനിക്കിടയായത് ഉടമ്പടി ജീവിതത്തിലൂടെ മാത്രമാണെന്ന് പറയുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഉടമ്പടി ജീവിതം ആരംഭിച്ചു. ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമുക്കൊത്തിരിയുണ്ട്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുക, സാക്ഷ്യങ്ങളെല്ലാം യൂട്യൂബിലൂടെയുള്ളത് കേൾക്കുക. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് താൻ കടന്നു വന്നത് തനിക്കുണ്ടായ ഒരു ആക്സിഡൻറ്റ് മൂലമാണ്. അങ്ങനെ ഉടമ്പടി എടുക്കാതെ തന്നെ 6 മാസം കൊണ്ട് മാത്രമേ തനിക്ക് ആ ഒരു റിക്കവറി തനിക്കുണ്ടാവുകയുള്ളൂ ആ ഒരു വീഴ്ചയിൽ നിന്ന് എന്ന് ഡോക്ടേഴ്സ് പറയുമ്പോൾ 2 മാസത്തിനുള്ളിൽ തനിക്ക് നടക്കുവാനായിട്ട് സാധിച്ചു എന്നാണ് പറയുക. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് തനിക്ക് ഉടമ്പടി എടുത്ത് പോകുമ്പോൾ തന്നെ തൻ്റെ ജോലി മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. അതുവരെയും തനിക്ക് ജോലികൾ, താനൊരു കൺസ്ട്രക്ഷൻ വർക്കറാണ്. അപ്പോൾ ആ ജോലികളൊന്നും തനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ നല്ല 2 സാധ്യതകൾ തനിക്ക് തെളിഞ്ഞു ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോകുമ്പോൾ തന്നെ. പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇസ്രായേൽ കിട്ടിയ ജോലിയും അത് എത്രമാത്രം നല്ല രീതിയിൽ തനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. തൻ്റെ മദ്യപാനം 23 വർഷമായിട്ട് കുടുംബത്തിലുണ്ടായിരുന്ന സമാധാന കുറവുകൾ, അസ്വസ്ഥതകൾ അതെല്ലാം പാടെ ഇന്ന് മാറി. ഇന്ന് 2 വർഷമായി താൻ ഉടമ്പടിയുടെ മകനായിട്ട് താൻ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന കൃപകൾക്ക് നമുക്ക് എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും മഹത്വപ്പെടുത്തിയാലും തീരാത്തത്ര കൃപയാണ് ഓരോ മക്കൾക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി എന്ന് സങ്കീർത്തകൻ പറയുക. അങ്ങനെ ഇന്ന് അതെല്ലാം സജി ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. ഇന്ന് തനിക്ക് ലോൺ ലഭിക്കാനിടയായ സാഹചര്യം, അതുപോലെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണുവാനായിട്ട് ഇവിടുന്ന് കഴിഞ്ഞില്ലെങ്കിലും തനിക്ക് ഇസ്രായേലിൽ ബഹുമാനപ്പെട്ട അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തൻ്റെ ജീവിതത്തിൽ എങ്ങനെ താൻ അനുഭവിക്കുന്നു. തനിക്കിന്ന് പ്രാർത്ഥനയോടുകൂടിയ തൻ്റെ ജീവിതം അത് തനിക്കിന്ന് ഏറ്റവും സൗഭാഗ്യവും സന്തോഷവും പ്രദാനം ചെയ്യുന്നു. അതാണ് തന്നെ ഉന്മേഷവാനാക്കുന്നത് എന്നൊക്കെയാണ് ഈ മകൻ ഇവിടെ പങ്കുവെക്കുന്നത്. അങ്ങനെ തൻ്റെ വൈഫിൻ്റെ രോഗസൗഖ്യം എല്ലാറ്റിനും നന്ദി പറയുകയാണ് ഈ മകൻ. തീർച്ചയായും ഉടമ്പടി എന്തുമാത്രമാണ്, എത്രമാത്രമാണ് ഓരോ വ്യക്തികളെയും ദൈവത്തിന് മുമ്പിലേക്ക് അടുപ്പിക്കുന്നതെന്നും ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കൃപകൾ ഒത്തിരിയുണ്ട്. അത് വാങ്ങിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം, ഞാൻ വാങ്ങിച്ചെടുക്കും, എനിക്കത് കിട്ടും എന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ എടുക്കേണ്ടത് നാമാണ്. എങ്ങനെയാണ് ഈ തീരുമാനം ഉണ്ടാവുക? അത് നമ്മുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. അതായത് നമ്മുടെ ചിന്തയിൽ ഒക്കെ ഇതുവരെയും ഉണ്ടായിരുന്ന ഒരു രീതിയല്ല.
ദൈവം എന്നെ സഹായിക്കും, അതുകൊണ്ട് ഏത് രീതിയിലും ആകട്ടെ എന്നുള്ള ഒരു ചിന്തയല്ല. ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എങ്ങനെ ഞാൻ അതാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുക, കർത്താവിന് തോന്നണം നാം കർത്താവിൻ്റെ പക്ഷത്താണെന്ന്. ഈ ഒരു തോന്നൽ ഇത് കർത്താവിനുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളിലൂടെയാണ്. തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിലൂടെയൊക്കെ എങ്ങനെയാണ് താൻ ദൈവപക്ഷം ചേർന്ന് മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഒരു കരുതലുള്ളവനായി, താൻ മൂലം ആർക്കെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാകുമ്പോൾ അവരോട് ചെന്ന് ക്ഷമ ചോദിക്കുവാൻ, അതൊക്കെ എളിമപ്പെടുന്നതിൻ്റെയും ദൈവത്തെ നാം കൂടുതൽ സ്നേഹിക്കുന്നതിൻ്റെയും അടയാളം തന്നെയാണ്. അങ്ങനെ ഇന്ന് ഈ അൾത്താരയിൽ തനിക്ക് ജീവനും ജീവിതവും നൽകിയ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് സജിമോൻ നിൽക്കുമ്പോൾ നമുക്കും സന്തോഷത്തോടെ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.